അങ്ങനെ മണാലിയിലെ രണ്ടാമത്തെ ദിവസത്തെ അവസാനത്തെ അട്രാക്ഷനായ ഹഡിംബ രാക്ഷസ ടെമ്പിളിലോട്ട് പോവുകയാണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. വെയിലുണ്ടെങ്കിലും തണുപ്പ് ടൂവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഒക്കെ അത്യാവശ്യമാട്ടോ. ഉച്ചഭക്ഷണത്തിന് ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ചുവന്ന റൈസും ഓംലെറ്റ് മുറിച്ചിട്ടതും. നാട്ടിൽ കിട്ടുന്ന പോലെ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടത്തെ ഇങ്ങനെ ആയിരിക്കും എന്നോർത്ത് കഴിച്ചു തീർത്തു. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ യാക്കിന്റെ മുകളിൽ ഇരുന്ന് വരാൻ കേട്ടോ. മുഖത്തെ ഭാവം കണ്ടില്ലേ, ഞാനാ നയിക്കുന്നേ എന്നുള്ള. കണ്ടിട്ട് ഏതാണ്ട് പോത്തിനെ പോലെ തന്നെയുണ്ട്. തണുപ്പ് പ്രതിരോധിക്കാൻ വേണ്ടി രോമം നീണ്ടു വളർന്ന് തിക്കായിട്ടിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള സ്ത്രീകൾ ഇതുപോലെ വഴിയരികിൽ ഇങ്ങനെ തടിയൻ മുയലിനെയും വെച്ചിരിപ്പുണ്ട്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ച് നമുക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. ദേവദാരു മരങ്ങളുടെ ഇടയിലൂടെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഈ ഗുഹാക്ഷേത്രം നമ്മളെ ആകർഷിക്കും. പിരമിഡ് പോലെ നിൽക്കുന്ന 400 വർഷം പഴക്കമുള്ള പഗോഡ ആർക്കിടെക്ചർ സ്റ്റൈലിൽ നിർമ്മിച്ച ടെമ്പിൾ. ചുറ്റും നിൽക്കുന്ന ദേവദാരു മരങ്ങൾ ഈ ടെമ്പിളിനെ ഹൈലൈറ്റ് ചെയ്ത് ഭംഗി കൂട്ടുന്നു. രാക്ഷസ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ കൊമ്പും തലയോട്ടിയും ഒക്കെ കാണാം. ഒരു പ്രാകൃതമായ ടെമ്പിൾ. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. ഇതിന് ചുറ്റും പടുകൂറ്റൻ തടികൾ കൊണ്ട് ആണികളില്ലാതെ ഉറപ്പിച്ച് കാർവ് ചെയ്തെടുത്തേക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ആൾക്കാര് ദർശനം കിട്ടാൻ വേണ്ടി ക്ഷമയോടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടെ മണിയൊച്ചയും കേൾക്കാം. കുറച്ചധികം തന്നെ നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ ലൈവ് ക്യുക്ക് പെയിന്റിങ്സ് ഒക്കെ കാണുന്നത് ഒരു റിലീഫ് ആയിരുന്നു. ഈ ടെമ്പിളിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളുണ്ട് കേട്ടോ. അതുമായി അടുത്ത എപ്പിസോഡിൽ കണ്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ്.